ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, നിങ്ങൾക്ക് സ്വാഗതം. അള്ളാഹു നിങ്ങളുടെ ഹജ്ജും ഉംറയും മക്ബൂലും മബറൂറുമായി സ്വീകരിക്കട്ടെ. എങ്ങനെയാണ് ഹജ്ജും ഉംറയും മക്ബൂലായോ ഇല്ലേ എന്നറിയുക? നിങ്ങൾ അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി അവൻ്റെ അതിഥികളായി കടന്നുപോയി റബ്ബിനെ മുസാഫത്ത് ചെയ്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പോയി ഒരു സഹാബിയുടെ പരിവേഷം സ്വീകരിച്ചുകൊണ്ട് പാപസുരക്ഷിതരായി ഉമ്മ മക്കളെ പോലെ, കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതരായിട്ട് കടന്നു വരുന്ന ദുആയ്ക്ക് ഇജാബത്തുള്ള മുസ്തജാബ് ദവയിൽപ്പെട്ടവരാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. മയ്യത്ത് കുളിക്കുന്നത് പോലെ ഇഹ്റാമിൻ്റെ കുളിയും കുളിച്ച്, മയ്യത്തിൻ്റെ കഫംപട പോലെ ഇഹ്റാമിൻ്റെ വസ്ത്രവും ധരിച്ച്, ആഖിറത്തിലേക്കുള്ള യാത്ര പോലെ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ച് മഹ്ശറയെ സ്മരിക്കുന്ന അറഫയിലും നിന്ന് ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി തിരിച്ചു വരുന്നവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജാക യൗമ വലദതു ഉമ്മു. ഒരു കോട്ടവും തട്ടാത്ത വിധം ഹജ്ജും ഉംറയും നിർവഹിച്ചവർക്ക്, ആ ഹജ്ജ് നിർവഹിച്ചവരുടെ അവസ്ഥ അവൻ ഉമ്മ പ്രസവിച്ചിട്ട കുട്ടിയെപ്പോലെ പാപസുരക്ഷിതമായി തിരിച്ചു വരും എന്നാണ്. അത്രമേൽ മഹത്വമേറിയ ഒരു സ്ഥാനത്തേക്കാണ് നിങ്ങൾ ഉയർന്നിട്ടുള്ളത്. ഹസൻ ബസീർ റളിയല്ലാഹു അൻഹു പറയുന്നത്, ഹജ്ജ് മബ്റൂറാണ് എന്നതിൻ്റെ തെളിവ്, മജൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അൻതഊദ സാഹിദൻ ഫി ദുനിയ റാഗിബൻ ഫിൽ ആഖിറ, ദുനിയാവിലൂടെയുള്ള അലച്ച ഒഴിവാവുകയും ആഖിറത്തിനെക്കുറിച്ചുള്ള ആഗ്രഹമുള്ളവനായി തിരിച്ചു വരികയും ചെയ്യുക എന്നതാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അജൽ അസ്വദ് എന്ന് പറഞ്ഞാൽ യമീനുള്ള അള്ളാഹുവിൻ്റെ വലതുഭാഗമാണ് ഫിൽ അർളി, ഭൂമിയിലെ. ഫമൻ സാഫഹു, ആരെങ്കിലും അതിനെ മുസാഫത്ത് ചെയ്യുകയും വഖബ്ബലഹു, ചുംബിക്കുകയും ചെയ്താൽ ഫകഅന്നമാ സാഫഹ അല്ലാഹു വഖബ്ബല യമീനഹു, അള്ളാഹുവിനെ മുസാഫത്ത് ചെയ്യുകയും അവൻ്റെ വലതുപാർശ്വം ചുംബിച്ചവനെയും പോലെയാണ് എന്നാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മൻസാറനി ബഅദ മമാതി, എൻ്റെ വഫാത്തിന് ശേഷം ആരെങ്കിലും എന്നെ സിയാറത്ത് ചെയ്താൽ ഫകഅന്നമാ സാറനി ഫി ഹയാതി, എൻ്റെ ജീവിതത്തിൽ എന്നെ സന്ദർശിച്ചവനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ പോയി മുസാഫത്ത് ചെയ്ത് അവൻ്റെ അടുക്കൽ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ നടത്തിയ കരാറിനെ പുതുക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ചെന്ന് സ്വഹാബത്തിൻ്റെ പരിവേഷം സ്വീകരിച്ചുകൊണ്ട് പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുവാൻ, മരിച്ച് പുനർജന്മം പോലെ പുതിയൊരു കുട്ടിയായി ജനിച്ചു വരുന്ന ആത്മീയതയുടെ നിറകുടങ്ങളാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം. അള്ളാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിച്ചു എന്നതിൻ്റെ അടയാളമായി മഹാന്മാർ പഠിപ്പിച്ചു തരുന്നൊരടയാളം പഴയകാല ജീവിതത്തിൽ നിന്നും പുതിയൊരു ജീവിതത്തിലേക്ക് മാറുക എന്നതാണ്. നാഥനായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.